ഹലോ നമസ്കാരം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. കിങ്സ്റ്റോൺ ആണ് ബസ്സിൻ്റെ പേര്. അപ്പോൾ ഈ ബസ് ഇവിടുന്ന് നമുക്ക് ജാർഖണ്ഡ് പോകുന്നതാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളെ ഒന്ന് ഞാൻ പറഞ്ഞ് കാണിക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പം നെടുങ്കണ്ടത്ത് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാം യാത്ര ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് നെടുങ്കണ്ടത്ത് നിന്ന് കിങ്സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ബസ് നമുക്ക് ഇവിടുന്ന് ഉടുമ്പൻചോല കേരളം ടു ജാർഖണ്ഡ് അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. അപ്പം രാവിലെ ഇപ്പോൾ ഒരു സമയം 8 മണിയൊക്കെ ആയിട്ടുള്ള. അപ്പം ഓൾറെഡി ബസ് ഇവിടെ പാർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഭായിമാരെ കളക്ട് ചെയ്യാൻ വേണ്ടി ബസ്സാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നുള്ള കാര്യം ഞാനൊന്ന് ചോദിക്കാം, അവർ ഡ്രൈവറോട് ചോദിക്കും. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ അകം കേട്ടോ. നല്ലപോലെ യാത്ര ചെയ്ത് പോകാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ്സിൽ. അപ്പോൾ നമുക്ക് ഇന്ന ഡ്രൈവറോട് നമുക്ക് വിശദമായിട്ട് ഒന്ന് ചോദിക്കാം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം. ഹായ് ചേട്ടാ, നമസ്കാരം. അപ്പം നിങ്ങൾ ഇവിടെ നെടുങ്കണ്ടത്ത് നിന്ന് ജാർഖണ്ഡിലേക്ക് അല്ലേ? പേരെങ്ങനെയായിരുന്നു? ജിഷ്ണു. അപ്പം ഇതിൻ്റെ സമയവും കാര്യങ്ങളൊന്ന് പറയാമോ? എന്തായിരുന്നു? ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11 മണിക്ക് വണ്ടി എടുക്കും ഇവിടുന്ന്. അവിടെ എത്ര മണിക്കല്ലോ? ചൊവ്വാഴ്ച രാത്രി ചെന്നിട്ട് തിരിച്ച് നിങ്ങൾ എന്നാണ് പോകുന്നത്? ഞായറാഴ്ച പോയിട്ട് ചൊവ്വാഴ്ച രാത്രി ബുധനാഴ്ച വൈകുന്നേരം 4 മണിയാകുമ്പോൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച വെളുപ്പിനെ. ടിക്കറ്റ് ഇവിടുന്ന് ത്രൂ ഔട്ട് നെടുങ്കണ്ടം ടു ത്രൂ ഔട്ട് ജാർഖണ്ഡാണ്. ഇതിന്റെ ഇടയ്ക്ക് എവിടെ ടിക്കറ്റ് മേടിക്കുന്നുണ്ടോ? ഫോൺ വഴി ഒറീസ, കൽക്കട്ട അങ്ങനെ സ്ഥലങ്ങളിലെ ആൾക്കാർ ജാർഖണ്ഡ് പോകത്തുള്ളൂ. നിങ്ങൾ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി? കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ തുറന്നുള്ള ഇനിയിപ്പോൾ എല്ലാ ദിവസങ്ങളും ഞായറാഴ്ചയും ട്രിപ്പ് ഉണ്ടാവും, ഉറപ്പുണ്ടാവും. അപ്പം നിങ്ങളുടെ ഈ കോൺടാക്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, വിളിച്ചാൽ മതി. അപ്പോൾ ഇത് ആദർശ്, ഇത് വണ്ടിയിലെ ഡ്രൈവറാണ്. ഇവർ 2 ഡ്രൈവർമാരാണ് നിലവിൽ ഈ വണ്ടിയിലുള്ളത്. അപ്പോൾ ഇവർ തന്നെയാണ് റിട്ടേണും പോരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, നെടുങ്കണ്ടത്ത് നിന്ന് ഞായറാഴ്ച 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ചൊവ്വാഴ്ച വൈകിട്ടത്തേന് ജാർഖണ്ഡ് ചെല്ലും. അവിടുന്ന് ബുധനാഴ്ച അല്ലേ, ബുധനാഴ്ച വൈകുന്നേരം തിരിച്ച് റിട്ടേൺ ഈ വണ്ടി നെടുങ്കണ്ടം വരുന്നതായിരിക്കും. അപ്പം ശനിയാഴ്ച വെളുപ്പിനെ നമ്മുടെ നെടുങ്കണ്ടത്ത് എത്തുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ അവരെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പം മാന്യമായിട്ടുള്ള റേറ്റാണ് അവർ മേടിക്കുന്നത്. ലോങ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. അപ്പം ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ മലയാളികളുടെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പോകാൻ വേണ്ടി നല്ല ഒരു കാര്യമാണ്. വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ നെടുങ്കണ്ടത്ത് നിന്ന് ഇങ്ങനെ ഒരു ബസ് സർവീസ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ പോകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുക. വെച്ചാൽ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ഇവിടുന്ന് എറണാകുളം പോയി അവിടെ ട്രെയിനും അതായത് ഫ്ലൈറ്റൊക്കെയാണ് പലരും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സർവീസ് ഏറ്റവും നല്ലതാണ്. ബെറ്ററായിട്ട് തന്നെ യാത്ര ഈ ബസ്സിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം നല്ല ഒരു യാത്രാനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അതിഥി തൊഴിലാളികളോട് പ്രത്യേകം ഒന്ന് ഓർപ്പിക്കാൻ പറയുന്നു. അപ്പം നന്ദി.